ഹംദമോളെ, എന്തിനാണ് ഇപ്പോ ഇങ്ങോട്ട് വന്നത് ഓഫീസിലേക്ക്? നമ്മള് അറബി ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ട്രഷർ ഹണ്ട് നടത്തിയിരുന്നല്ലോ, യെസ്. രക്ഷിതാവും കുട്ടിക്കും വേണ്ടിട്ട്. അതെ. അപ്പം ആ ഇതിനെ കുറിച്ച് പല ആൾക്കാർക്കും നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. യെസ്, അതിന്റെ ക്ലൂകളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണല്ലേ? യെസ്, എന്നാൽ നമുക്ക് ആ ഡൗട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് വെക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? UN അംഗീകരിച്ച എത്രാമത്തെ ഭാഷയാണ് അറബി ഭാഷ? യെസ്, UN അംഗീകരിച്ച 6 ഭാഷകളുണ്ട്. അതിൽ 6ാമത്തെ ഭാഷയാണ് അറബി ഭാഷ. UN അംഗീകരിച്ച ഇംഗ്ലീഷ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ചൈനീസ് ഉണ്ട്, റഷ്യൻ ഉണ്ട്. അതിൽ 6ാമത്തെ ഭാഷയാണ് അറബി ഭാഷ. എന്തായിരുന്നു ക്ലൂ? കെട്ടിപ്പൂട്ടി കിടക്കുന്ന ഒരു വാട്ടർ ടാപ്പ്. യെസ്, അതായത് അഗ്രഭാഗം കെട്ടിയ രൂപത്തിലുള്ള ഒരു വാട്ടർ ടാപ്പിന്റെ ചിത്രമായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാട്ടർ സേവിങ് കപ്പാസിറ്റി എന്നുള്ളതാണ്. അതായത് അതിലൂടെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോവില്ല, അല്ലേ? ഇനി പോയാൽ തന്നെ വളരെ കുറഞ്ഞ വെള്ളം ഗതിയുള്ളൂ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിന് 5 ക്ലൂകൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിന് വാട്ടർ സേവിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ക്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അറബി ഭാഷയുടെ പിതാവ് ആരാണ്? യെസ്, അറബി ഭാഷയുടെ പിതാവ്. ഏതൊരു ഭാഷക്കും അതിൻ്റെതായ പിതാക്കന്മാരെ പറയാറുണ്ട്. മലയാള ഭാഷക്ക് തുഞ്ചത്ത് രാമാനുജൻ, എഴുത്തച്ഛൻ, അങ്ങനെ പറയാറുണ്ട്. അതുപോലെ അറബി ഭാഷയ്ക്കും ഒരു പിതാവുണ്ട്. അറബുബുന് തഹ്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായിരുന്നു ക്ലൂ? കാൽപാദം. യെസ്, അത് 2 കാൽപാദങ്ങൾ. ആ കാൽപാദത്തിന്റെ പ്രത്യേകത നമ്മളതിൽ കൊടുത്തപ്പോൾ കുറച്ച് വീതി അധികമുള്ള കാൽപാദമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിന് വീതിയേറിയ കാൽപാദങ്ങൾ ഉണ്ട് എന്നതാണ്. അപ്പൊ വീതിയേറിയ കാൽപാദം ഉള്ളത് കൊണ്ട് ആ വസ്തുവിന് അതിൻ്റെതായ, അല്ലെങ്കിൽ ആ ജീവിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഏത് അക്ഷരത്തിന്റെ പേരിലാണ് അറബി ഭാഷ അറിയപ്പെടുന്നത്? യെസ്, അതായത് ലോകത്ത് ഏതൊരു ഭാഷക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് അറബി ഭാഷയ്ക്കുള്ളത്. അതായത് ഒരു അക്ഷരത്തിന്റെ പേരിൽ അറിയപ്പെടുക. അതായത് ആ ഒരു അക്ഷരം അറബി ഭാഷയ്ക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത്, അല്ലേ? ആ എന്നുള്ളത് അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്, അല്ലേ? അങ്ങനെ ഓരോ അക്ഷരങ്ങളും ഓരോ ഭാഷകളും എന്ത് ചെയ്യാറുണ്ട്, തുല്യമായിട്ട് വീതിച്ചെടുക്കാറുണ്ട്. എന്നാൽ അറബി ഭാഷയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ളാദ് എന്നുള്ള അക്ഷരം. സ്വാദ് എന്നതിന്റെ മേലൊരു പുള്ളി ഇട്ടിട്ട് ളാദ്. അത് അറബി ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ലുഗത്തു ളാദ് എന്നാണ് അറബി ഭാഷ അറിയപ്പെടുന്നത്. അതിലുള്ള ക്ലൂ എന്തായിരുന്നു ആ വീഡിയോയിലുള്ള? കപ്പൽ. കപ്പൽ. അതായത് നമുക്കറിയാം, നമ്മൾ ഒന്നാമത്തത് വാട്ടർ സേവിങ് കപ്പാസിറ്റി ഉണ്ട്, 3 വീതിയേറിയ കാൽപാദങ്ങളുണ്ട്, 2 3 കപ്പൽ. അതായത് ഈ വസ്തുവിന് കപ്പലുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഈ വസ്തുവിന് അല്ലെങ്കിൽ ജീവിക്ക് കപ്പലുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ കപ്പലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവിയാണ് ഇത് എന്നാണ് മൂന്നാമത്തെ ക്ലൂ. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? അറബി ഗ്രാമറിന്റെ പിതാവായി. യെസ്, ഓരോ ഭാഷക്കും ഗ്രാമറുകൾ ഉണ്ടാവും, എന്നാലേ ആ ഭാഷ പഠിക്കാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്, അല്ലേ? വ്യാകരണ ശാസ്ത്രം ഉണ്ടാവും. അറബി ഭാഷക്കും അതുപോലെ എന്തുണ്ട്? വ്യാകരണ ശാസ്ത്രമുണ്ട്. അതിന്റെ പിതാവ് അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്ന ഒരാളാണ്, അല്ലേ? അതിന്റെ ക്ലൂ എന്തായിരുന്നു? 100 ലിറ്റർ വാട്ടർ. യെസ്, 100 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ, അല്ലെ? അപ്പോൾ മനുഷ്യന്മാർക്ക് ഏതായാലും മറ്റേ ടൈമിൽ 100 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റില്ല കാര്യം ഉറപ്പാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിക്ക് ഒരേ സമയം മറ്റേ ടൈമിൽ 100 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വാട്ടർ സേവിങ് കപ്പാസിറ്റി ഉണ്ട്, വീതിയുള്ള കാൽപാദങ്ങളുണ്ട്, കപ്പലുമായി ബന്ധമുണ്ട്, 100 ലിറ്റർ വെള്ളം ഒരേ സമയത്ത് കുടിക്കാനും പറ്റും, അത് അധികമായിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഇരിക്കുന്ന ശരീര പ്രകൃതിയുമുണ്ട്. അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു മോളെ? അന്താരാഷ്ട്ര അറബി ഭാഷ ദിനം എന്നാണ്. ഓക്കെ, ഓരോ ഭാഷക്കും അതിൻ്റെതായ ദിനങ്ങളുണ്ട്. നീ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത് വീഡിയോയിൽ, അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഓരോ ഭാഷക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ദിനങ്ങളുണ്ട്. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം എന്നാണ് ചോദ്യം, അല്ലേ? അതിൽ ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായിട്ട് നമ്മൾ അംഗീകരിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നടത്തി വരാറുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ക്ലൂ? 5/24/23 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് നമ്മൾ കൊടുത്തത്, അല്ലേ? അത് പല ആളും റെസ്പോൺസ് അയച്ചപ്പോൾ ഡേറ്റ് ആയിട്ട് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. രസകരമായ കുറേ കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഒന്നാമത്തെ ക്ലൂ വാട്ടർ സേവിങ് കപ്പാസിറ്റി, രണ്ടാമത്തേത് വീതിയേറിയ കാൽപാദം, 3 കപ്പലുമായി ബന്ധം, 4 നമ്മുടെ എന്തായിരുന്നു, വാട്ടർ 100 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുന്ന ജീവി. അതായത് ഇതെല്ലാം കൂടി ഈ 4 ചേർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കിതിന്റെ ഉത്തരം കിട്ടും. 1, വെള്ളം അധികം എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് പോവില്ല, ഒരേ സമയത്ത് 100 ലിറ്റർ വെള്ളം കുടിക്കാനും പറ്റും, കപ്പലുമായി ബന്ധമുണ്ട്, വീതിയേറിയ കാൽപാദമുണ്ട്. ഒട്ടകം എന്നുള്ള ഉത്തരമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം അധികം എന്തായി പോകില്ല, ഡ്രൈ ആയി പോവാൻ ചാൻസ് കുറവാണ്.
രണ്ടാമത്തത് അതാണ് ഒന്നാമത്തെ ക്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഈ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ വീതിയേറിയ കാൽപാദമാണ്. കാരണം അത് മരുഭൂമിയിലൂടെ നടക്കുക. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അതിന് കാൽപാദം ഉറച്ചു നിൽക്കാൻ വീതിയേറിയ കാൽപാദങ്ങൾ ആവശ്യമുണ്ട്. അതാണ് ഒട്ടകത്തിന്റെ കാൽപാദം അത്യാവശ്യം വീതി ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ ക്ലൂ. മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത് നമ്മൾ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ, അതാണ് നമ്മൾ ആ കപ്പലിന്റെ ഫോട്ടോ കൊടുത്തത്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ഒട്ടകം. നാലാമത്തത് ഒട്ടകത്തിന് ഒരേ സമയം 100 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം മരുഭൂമിയിൽ എവിടെയും എപ്പോഴും വെള്ളം കിട്ടൂല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് മാക്സിമം കുടിക്കും, എന്നിട്ട് മാക്സിമം സേവ് ചെയ്ത് വെക്കും. അതാണ് ഒന്നാമത്തെയും നാലാമത്തെയും ക്ലൂ. അഞ്ചാമത്തത് ഒട്ടകം എന്ന് ഉത്തരം കിട്ടിയ ഒരാൾക്ക് അതിൻ്റെ നേരെ ട്രാൻസ്ലേഷനാണ് അറബിക്കിൽ ജമൽ എന്ന് പറയുന്നത്. ജമൽ എന്നുള്ളത് 3 വാചകങ്ങളാണ്. ജീമ് വാചകങ്ങളല്ല, 3 അക്ഷരങ്ങൾ. ജീമ്, മീമ്, ലാമ് അല്ലെ. ജീമി എന്ന് പറയുന്നത് അറബി അക്ഷരമാലയിലെ 5ാമത്തെ അക്ഷരമാണ്. മീമി എന്ന് പറയുന്നത് അറബി അക്ഷരമാലയിലെ 24ാമത്തെ അക്ഷരമാണ്. ലാമ് എന്ന് പറയുന്നത് അറബി അക്ഷരമാലയിലെ 23ാമത്തെ ലെറ്ററാണ്. ഇത് 3ഉം കൂടെ ചേർത്ത് നോക്കുമ്പോൾ 5, 24, 23 എന്നുള്ള ക്ലൂ നമുക്ക് ലഭിക്കും. ശരി, അപ്പോൾ ഈ 5 ചോദ്യങ്ങളും 5 ക്ലൂകളും അവസാനിച്ചപ്പോൾ 1055 റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലെ 1055 രക്ഷിതാക്കൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ നിന്നും കൃത്യമായി ഒട്ടകം എന്നുള്ള ഉത്തരം അയച്ച ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണം. അങ്ങനെ സോർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 75 പേരെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ 75 പേർക്കും നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 75 മിടുക്കരായ രക്ഷിതാക്കളും കുട്ടികളും ഉണ്ട്. അവരിൽ നിന്ന് മിടുക്കരെ നമുക്ക് തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 25-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ ക്വിസ് മത്സരം നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിലാണ് ട്രഷർ ഹണ്ട് മത്സരത്തിൻ്റെ ഫൈനൽ വിജയികളെ നമ്മൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 1055-ലധികം ആളുകൾ പങ്കെടുത്ത ഈ ഒരു ട്രഷർ ഹണ്ട് മത്സരത്തിലെ 75 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവർക്കുള്ള അവസാന മത്സരവും 25-ാം തീയതി ഇൻഷാ അല്ലാഹ് സ്കൂളിൽ വെച്ച് സ്റ്റാഫ് റൂമിൽ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അന്നത്തെ മത്സരത്തിലേക്ക് ക്ഷണം ലഭിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. ആർക്കെങ്കിലും ശരി ഉത്തരം അയച്ചിട്ടും ക്ഷണം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർ അറബി ക്ലബ്ബുമായി, സ്കൂളിലെ ടീച്ചേഴ്സുമായി ബന്ധപ്പെടണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അവസാനത്തെ വിജയികളെ നമ്മൾ ഇൻഷാ അല്ലാഹ് 25-ാം തീയതി പ്രഖ്യാപിക്കും. അന്ന് കാണാം. അപ്പോൾ മോളെ ശരി. ഓക്കെ.